അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് ഫാത്തിമ ബീവിക്ക് വിവാഹത്തിന് മുൻപ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശങ്ങളെ കുറിച്ചാണ്. അതായത് മകളുടെ വിവാഹത്തിന് മുൻപായി വാപ്പ നൽകിയ ഉപദേശങ്ങൾ, വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഉപദേശങ്ങളാണ്. കുറച്ചു പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരിലേക്കായിട്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വീഡിയോ കാണുക. ആദ്യമായിട്ട്, ഭർത്താവിന് അനുസരണയില്ലാത്ത ഭാര്യയായി നീ മാറരുത്. അങ്ങനെ മാറിയാൽ റബ്ബ് നിന്നെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളോട് പറയുകയാണല്ലേ, ഭർത്താവിന്റെ അനുസരണയില്ലാതെ ഭാര്യയായി നീ പെരുമാറരുത്, അല്ലെങ്കിൽ മാറരുത്. അങ്ങനെ മാറിയാൽ റബ്ബ് നിന്നെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുത്. ഇനി എങ്ങാനും അങ്ങനെ പോയാൽ പോകുന്ന സ്ഥലങ്ങളിലെ ജീവികളെല്ലാം നിന്നെ ശപിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളായാലും അതുപോലെ തന്നെയാണ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുത്. ഇനി എങ്ങാനും അങ്ങനെ പോയാൽ പോകുന്ന സ്ഥലങ്ങളിലെല്ലാമുള്ള ജീവികളും എല്ലാവരും നമ്മളെന്ത് ചെയ്യും? ശപിക്കും. ഭർത്താവ് കടന്നു വരുമ്പോഴോ എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോഴോ മുഖം കറുപ്പിക്കാൻ പാടുള്ളതല്ല, അല്ലെ? ഭർത്താവ് നമ്മുടെ വീട്ടിലോട്ട് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറപ്പെടാൻ നിൽക്കുമ്പോഴോ മുഖം കറുപ്പിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതുവരെ നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പോകരുത്. ചില ആളുകളെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തു തന്നിട്ടുള്ളത്, എന്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എന്താണ്, അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒരു തരത്തിലും ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല. ഒരു തരത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു തരത്തിലും ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പാത നമുക്ക് പിന്തുടരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ എവിടെയാണെങ്കിലും ഉത്തരം നൽകണം. ഇല്ലെങ്കിൽ ആ കാരണത്താൽ ഇബാദത്തുകൾ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ എല്ലാം ഭർത്താവിന് നൽകപ്പെടുന്നതാണ്, അല്ലെ? അതും വളരെയധികം നല്ലൊരു കാര്യമാണ് ഇതും പറയുന്നത്. ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ നീ ഉത്തരം നൽകണം എന്ന്. അടുത്തതായിട്ട്, ഭർത്താവിന്റെ പൊരുത്തത്തോടെ നിനക്ക് പ്രസവിക്കാനായാൽ നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന്റെ അളവനുസരിച്ച് പ്രതിഫലം നൽകും. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് നല്ല ഉപദേശങ്ങളാണ് മകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുത്തിരിക്കുന്നത്. നമ്മളും ഇതേപോലെ നമ്മളും പെരുമാറേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട്, ഭർത്താവിന്റെ പൊരുത്തത്തോടെ 2 വയസ്സ് വരെ നിന്റെ കുഞ്ഞിന് നീ മുലപ്പാൽ നൽകണം. എന്നാൽ 1000 ഷഹീദിന്റെ കൂലി നിനക്ക് നൽകുന്നതാണ്, അല്ലെ? ഇതും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കാണുന്നവർ ഇതെല്ലാം വളരെ കാര്യമായിട്ടെടുത്ത് തന്നെ ജീവിതത്തിലോട്ട് അത് പകർത്തുവാൻ ശ്രമിക്കണം. റുക്കൂഉം സുജൂദും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഭർത്താവിന്റെ മുന്നിൽ നിനക്ക് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് മുത്തുനബി തങ്ങളുടെ മകൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങളെല്ലാം നമ്മളും അറിഞ്ഞിരിക്കേണ്ടവയാണ്. നീ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളും വെറുത്താൽ ശാപവും ലഭിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നീ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളും വെറുത്താൽ അതുപോലെ ശാപവും ലഭിക്കുന്നതാണ്. അല്ലാഹു ആ ശാപങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ 10 നന്മകളെ നിനക്കായി എഴുതുകയും 70 തിന്മകളെ നിനക്കായി മായ്ച്ചു കളയുന്നതുമാണ്, അല്ലെ? വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങളാണ്. എല്ലാവരും കണ്ട് പഠിക്കുക, ജീവിതത്തിലോട്ട് പകർത്തുക ഇതെല്ലാം. നീ ഭർത്താവിന്റെ പൊരുത്തത്തിൽ വേണം മരിക്കാൻ, എന്നാൽ നിനക്ക് സ്വർഗമുണ്ട്.
അതായത് ഭർത്താവിന്റെ പൊരുത്തത്തിൽ വേണം, അതായത് ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല ഭാര്യയായി പൊരുത്തത്തോടെ മരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. അടുത്തതായി, ഭർത്താവിനോടുള്ള വാക്കുകളും നോട്ടവും സ്നേഹം അധികരിപ്പിക്കുന്നതാവണം. ഭർത്താവിനോട് മോശമായിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. സ്നേഹം അധികരിപ്പിക്കുന്നതാവണം. ഇൻഷാ അല്ലാഹ് ഈ ഉപദേശങ്ങൾ മരിക്കുന്നതിന് മുന്നേ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭാര്യയ്ക്കും തുല്യ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഭാര്യയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റി കൊടുക്കുക. അവർക്കും ഇതുപോലെ നമ്മൾ, അതായത് ഭർത്താവിൻ്റെതായിട്ടുള്ള തുല്യ പ്രാധാന്യങ്ങളുണ്ട്. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾക്ക് കൊടുത്ത ഉപദേശം ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും അതനുസരിച്ച് പെരുമാറുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക.